എനിക്കൊപ്പം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനിൽകുമാറുണ്ട്. ഈ അഡ്വഞ്ചർ പാർക്കിന്റെ വിശേഷം നമുക്കത്തോട് ചോദിക്കാം. അപ്പൊ ഈ അഡ്വഞ്ചർ പാർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? 1985 തുടങ്ങിയത്. ആ സമയത്തൊന്നും ഞാനില്ല. ഞാൻ 91, 92 ഇവിടെ. ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ? പ്രധാനമായിട്ടും ഈ ടൂറിസ്റ്റുകളാണോ അതോ ഇവിടെയുള്ള പ്രാദേശികവാസികളാണ് കൂടുതൽ വരുന്നത്. പിന്നെ സ്കൂൾ ട്രിപ്പുകൾ ഒരുപാട് വരാറുണ്ട്. ഈ അഡ്വഞ്ചർ പാർക്കിന്റെ പ്രത്യേകത എന്തോ? എന്തൊക്കെയാ ഇവിടെയുള്ള സൗകര്യങ്ങൾ എന്ന് പറയുന്നത്? പ്രത്യേകത എന്ന് വെച്ചാല് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. എപ്പോഴും കൂളായിട്ടുള്ള അന്തരീക്ഷമാണ്. ഒരുപാട് മരങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ വരുന്നവർക്ക് ബോട്ട് സൗകര്യങ്ങൾ. അതല്ല എനിക്ക് തോന്നുന്നതേ, ഈ നടക്കാൻ ഈ ആശ്രാമം ഗസ്റ്റ് ഹൗസും ഒക്കെ ഇതിനടുത്താണ്, ആശ്രമം മൈതാനം ഇതിനടുത്താണ്. അപ്പൊ ഈ ഗസ്റ്റ് ഹൗസിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കൊല്ലത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ഈ ആശ്രാമം, ഈ അഡ്വഞ്ചർ പാർക്കിനും ഈ ഗസ്റ്റ് ഹൗസിനും ഒക്കെ തന്നെ. പ്രത്യേകിച്ച് ഈ ആശ്രാമം മൈതാനം ഈ അടുത്തിടയ്ക്ക് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസില് ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു സ്ഥലമാണ്. കാര്യം ആ വിശാലമായ പറമ്പിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു. അപ്പൊ അവസാനം അവർ പിടിക്കപ്പെട്ടു. ഉപ്പ് തുള്ളി വെള്ളം കുടിക്കും എന്നല്ലേ? അനിൽകുമാറിന്റെ വീട് എവിടെ? എന്റെ വീട് പോളയത്തോടാണ്. ഓക്കെ. പോളയത്തോടും വലിയ ചരിത്ര സ്ഥലമാണ്. ഞാൻ അവിടെ വരുത്തനാണ് സാറേ. വരുത്തനാണോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു? ഞാൻ കുടിക്കോട് നിന്നാണ്. കുടിക്കോട് എവിടെയാ? കുടിക്കോട് നെടുവൻകാവിനടുത്ത്. അവിടെ ഇവിടെ വന്നത്. മദ്യപാനം കൂടിയിട്ടാണോ? കുടിക്കോടെന്ന് കേട്ടോണ്ട് ഞാൻ പറഞ്ഞ. ഓക്കെ. അപ്പം ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ അഡ്വഞ്ചർ പാർക്കിന് ഇനി എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഭാവിയില്? മാറ്റത്തിന് നമ്മളെ ഒരു തടസ്സമുണ്ട് ഇവിടെ. ഇവിടെ കണ്ടൽ മരങ്ങളൊക്കെ ഉണ്ട്. അത് നശിപ്പിക്കാൻ പ്രകൃതി സ്നേഹികളെ സമ്മതിക്കില്ല. ഒരുപാട് ഇല്ല. നിൽക്കുന്ന രീതിയിൽ ആ കാണുന്ന പാലം ഏതാണ്? അത് KSRTC ബസ് സ്റ്റാൻഡ് അടുത്തുനിന്ന് പുതിയതായിട്ട് വന്നൊരു പാലമാണ്. അത് ഈ പാലം മുട്ടിച്ചില്ല എന്ന് കേട്ടു. ഇപ്പൊ തേവള്ളിയിലാണ് ഇത് പോകുന്നത്. ഇതിപ്പം ഓലക്കടവിൽ ഒരു ഭാഗം മുട്ടിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തില് മുട്ടിക്കാതെ പ്ലാൻ ചെയ്യാനാണ് ഒരു പാലം ഉണ്ടാക്കുക. അതിനെ കുറിച്ച് എനിക്ക് എന്തായാലും അത് വളരെ വളരെ വിചിത്രമായിരിക്കുന്നു. ഒരു പ്രത്യേകിച്ച് നമ്മള് പ്ലാൻ ചെയ്ത ഒരു പദ്ധതി ഉണ്ടാക്കി അത് ബജറ്റിൽ കൊള്ളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പാലം മുട്ടിക്കപ്പെടാതെ പോയി എന്ന് പറഞ്ഞാല് അപ്പൊ അതൊരു വല്ലാത്ത അവസ്ഥയാ. ഇപ്പൊ നടത്തക്കാർക്ക് മാത്രമേ അതിപ്പോ എനിക്കൊന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തേണ്ട കാര്യം, ഈ പാലത്തില് അങ്ങ് എന്തെങ്കിലും ചെയ്യണം. ചെയ്തിട്ട് നമ്മളോടും കൂടെ ഒന്ന് പറയണം. കാര്യം നമ്മളിത് വന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതകരമായി തോന്നി. നമുക്കൊരു ആസൂത്രണം ഇല്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു പരിപാടി പാലം കരയെ മുട്ടിയില്ലെന്ന് പറഞ്ഞാൽ. അപ്പൊ മുട്ടിക്കണം, എന്ത് വന്നാലും മുട്ടിക്കണം, എന്ത് വില കൊടുത്ത് മുട്ടിക്കണം. 10-50 ലക്ഷം ചെലവാക്കിയാലും നമ്മൾ മുട്ടിച്ചിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും നമ്മള് ടൂറിസം മന്ത്രി കണ്ട പറയുന്നത് കൊല്ലത്ത് മുട്ടിക്കാതെ പോയ പാലത്തിന്റെ കാര്യമായിരിക്കും. അപ്പൊ എന്തായാലും സന്തോഷം അനിൽകുമാർ. അപ്പൊ താങ്കൾ ഈ സ്ഥലം നല്ല ഗംഭീരമായ സ്ഥലമാണ്, നന്നായി സംരക്ഷിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ അനിൽകുമാറാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കാലമാണ്. നമ്മൾ ഈ ഒരിക്കൽ കൂടി ഈ പാലത്തിന്റെ കാര്യം ഒന്നുകൂടെ ഞാൻ ആലോചിക്കുക. കാരണം നമുക്ക് അത്രയുമൊക്കെ നമ്മൾ വളരെ ഔദാര്യത്തോടാണോ ഈ പാലത്തെ നമ്മൾ നോക്കി കാണുന്നുള്ളതാണ്. കാര്യം പാലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ആ പാലം കരയിൽ മുട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് ആ പാലത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം എന്തായാലും. ഓക്കെ. അപ്പൊ അപ്പൊ ഈ പാലം സൂപ്പർ. അതായത് അതിന്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാലമാണ് കരയിൽ മുട്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അരുൺരാജിനോട് ചോദിക്കാം. നമ്മുടെ റിപ്പോർട്ടർ എവിടെയുണ്ട്? അരുൺരാജ്, ഈ പാലം കരയിൽ മുട്ടിയില്ല എന്ന് പറയുന്നു, നിങ്ങൾ എന്താ മുട്ടിക്കാത്തത്? ഈ കൊല്ലം ജില്ലയിൽ 2 പാലങ്ങളാണ് ഈ കരയിൽ മുട്ടാത്തത്. ഒന്ന് പെരുമൺ പാലമുണ്ട്, രണ്ടാമത്തത് ഈ ഓലക്കടവിൽ പാലമാണ്. ആ 2 പാലവും എന്തുകൊണ്ട് മുട്ടുന്നില്ല എന്ന ചോദ്യം ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാണ് ഈ പാലം ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചത്. ആ പദ്ധതി പിന്നീട് തുടർന്നതിന് കാലതാമസം അടക്കം നേരിട്ടു. പക്ഷേ ഇപ്പോഴും ഈ പാലം കര കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരവധിയായ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഈ ടൂറിസം പാലം കെട്ടിയത് ഏത് ഡിപ്പാർട്ട്മെന്റ്? ഈ പാലം കെട്ടിയത് നിലവിൽ PWD വകുപ്പാണ്. അവര് കഴിഞ്ഞ തവണ ഈ ഒരു 2 മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന ചടങ്ങ് അടക്കം നടത്തി. പക്ഷേ ഈ പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പാലം ഇത് എന്തുകൊണ്ടാണ് ഇത് തുറന്നു കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ മുട്ടാത്തിന്റെ കാര്യം, മുട്ടിക്കാത്തന്റെ കാര്യം, അത് പ്രൊജക്ട് 3ാം ഘട്ട പ്രൊജക്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഈ പാലം മുട്ടിക്കണം. അങ്ങയുടെ ഈ ഭരണകാലത്ത് ഒരു പാലമെങ്കിലും, 2 പാലം മുട്ടിക്കാനുണ്ട്. പെരുമൺ പാലം മുട്ടിക്കാൻ. അപ്പൊ പെരുമൺ പാലം, ആശ്രാമത്തെ പാലം, ഈ 2 പാലം മുട്ടിക്കാനുള്ള സത്വര നടപടികൾ അങ്ങ് സ്വീകരിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിയാവൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്.